എന്ത് വർത്തമാനമാടി അയാൾ പറഞ്ഞത്? കീ കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ലക്ക് ഫാക്ടറാണ്. നീ അത് വിട്. ഇന്ന് നമ്മൾ എന്ത് നന്നായിട്ടാണ് കളിച്ചത്. എന്നിട്ടും അവൻ, എന്റെ പൊന്നെ, ഇനി അവനുമായിട്ട് ഞാൻ ഒരു രീതിയിലും ഒത്തുപോകത്തില്ല. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, അങ്ങനെയേ ഉള്ളൂ. അപ്പാനിഷത്ത് ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവില് അനുമോളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, കീ കിട്ടുന്നത് ലക്ക് ഫാക്ടറാണ് എന്ന്. ഇന്നലത്തെ ടാസ്കില് നമ്മളിതൊക്കെ ലൈവില് കണ്ടോണ്ടിരിക്കുവാണ് എന്ന് എന്താ പുള്ളി അറിയുന്നില്ലേ? 4 മിനിറ്റ് ബസ് ടു ബസ് റൗണ്ടില് കളിച്ച എല്ലാവർക്കും കീ കിട്ടി, ചള്ളയില് ഇറങ്ങി. അപ്പാനിഷത്തും അനുമോളും മാത്രം അവിടെ നിന്നുകൊണ്ട് ഇതിങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുവാണ്. തിത്തേ തത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തപ്പിക്കൊണ്ട് നിൽക്കുവാണ്. ഒരു മട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. അത് ലൈവില് കണ്ട ഏതൊരാൾക്കും തോന്നും അപ്പാനിഷത്തും അനുമോളും ഇത്തിരി ഉഴപ്പിയാണ് കളിച്ചത് എന്ന്. ഇന്നിപ്പോ അപ്പാനി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, അനീഷ് ഡെഡ് സോണിലേക്ക് പോകണം എന്നുള്ളത്. പിന്നെ നീ എന്തായാലും ഡെഡ് സോണിലേക്ക് പോവും എന്നൊരു കാര്യവും അപ്പാനി പറഞ്ഞു. അങ്ങനെയൊക്കെ അപ്പാനി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ദൈവത്തിന്റെ പേരെടുത്ത് പ്രാകുന്ന പോലെ എന്തോ പറയുന്നുണ്ടായിരുന്നു. നല്ല മനസ്സുള്ളവർക്ക് എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും അവരെത്തുമെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ലൈവില് കണ്ടോണ്ടിരിക്കുകയാണ്. അനീഷ് പറഞ്ഞതിൽ ഒരു നന്ദികേട് ഞാൻ കാണുന്നില്ല. കാരണം ഇന്നത്തെ ടാസ്ക് ആയിരുന്നില്ല അനീഷിന്റെ വിഷയം, ഇന്നലത്തെ ടാസ്ക് ആയിരുന്നു. അപ്പൊ ഇന്നലെ പറയേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പാനിഷത്തിന്റെ അലന്ന മട്ട് തന്നെയാണ് ഇന്നലത്തെ ടാസ്കിൽ അനീഷിനെ പുറകോട്ട് വലിച്ചത്. അനുമോളുടെയും ഒരു അലന്ന മട്ട് ഉണ്ടായിരുന്നു ഇന്നലത്തെ ടാസ്കിനകത്ത്. അത് റെക്കോർഡിങ് വീണ്ടും ഞാൻ കണ്ടിട്ടാണ് പറയുന്നതെന്ന് ഓർത്തോണം കേട്ടോ. അതായത് അവരുടെ ഗെയിം ആയിരുന്നിരിക്കാം, പക്ഷെ അത് ഇന്ന് എക്സ്പോസ് ആയി രണ്ടുപേരുടെയും. അതിൽ അനീഷിന്റെ ഒരു കൗണ്ടർ ഗെയിം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയി എന്ന് വേണം പറയാനായിട്ട്.